ഹായ്, ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലേക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. 2025 തുടങ്ങുന്നത് പ്രമാണിച്ച് കനകക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന വർണ്ണ വിസ്മയ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മുൻവശത്തെത്തിയപ്പോൾ ആദ്യം കയറിയപ്പോൾ അവർ പറഞ്ഞു കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കയറ്റുന്നില്ല. അവർ പറഞ്ഞു 50 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ എന്ന്. ഒടുവിൽ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി ടിക്കറ്റ് എടുത്തു. ഉള്ളിലേക്ക് കയറി. ഉള്ളിലത്തെ കാഴ്ചകളെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇല്ലേ കലമാനെ കാണും നിങ്ങളല്ലേ? ഇതെൻ്റെ അനിയൻ, പിന്നെ അനിയത്തിമാരുണ്ട്, പിന്നെ കുറച്ച് പേര് മിസ്സിങ് ആണെന്ന്. സ്പെഷ്യലി എൻ്റെ ഭാര്യ, അവളും ഇത് മിസ്സിങ് ആണ്, ഈ വീഡിയോയിലില്ല. പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പം കേട്ടത്. ബാക്കി കേൾക്കുന്നില്ല, കേൾക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഉള്ളിലേക്ക് കയറിയ ശേഷം ഒരു പാമ്പിൻ്റെ വായിക്കത്തോട് കയറുകയാണ്. പാമ്പിൻ്റെ വായിക്കത്ത് ഇത്രയും വെട്ടമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പരിധം കെട്ടി എൻ്റെ അനിയത്തിമാർ ചിരിക്കുകയാണ് കൂട്ടുകാരെ. ഒടുവിൽ പാമ്പ് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, തിരിച്ച് തുപ്പി വെളിയിലോട്ട് ഇറങ്ങുകയാണ്. പാമ്പിൻ്റെ വായിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ കാഴ്ചകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗൈസ്. എൻ്റെ ബ്ലോഗിനെ കുറച്ചും കൂടി കൊളവാക്കാൻ വേണ്ടി എൻ്റെ അനിയൻ കൂടെ ഉണ്ട്. ഹായ് ഗൈസ്, സെൽഫി മാനിയാക്ക്. അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി അങ്കിളിനെ നോക്കൂ നിങ്ങളെല്ലാവരും. നോക്കൂ സുഹൃത്തുക്കളെ, എന്ത് അതിമനോഹരമായ കാഴ്ചയാണിത്. ഇതേപോലെ ലൈറ്റ് ഇട്ട് വർണ്ണിച്ചിരിക്കുന്ന ഈ വെളുത്ത കരടി, കരടിയുടെ കുട്ടി, കുട്ടിയുടെ തള്ള, ഹൃദയമില്ലാത്ത എൻ്റെ അനിയത്തിയുടെ ഹൃദയം. അതെ, ഇത്രയും ചുവന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഹൃദയം ഇത്രയും നല്ല റെഡ് കളറിൽ ഇരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഹൃദയമുണ്ട്, മരത്തിൽ കുറെ ലൈറ്റ് ഉണ്ട്. അടുത്തതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓം ഹ്രീം ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓം ക്രീം ഐസ്ക്രീം. നേരെ ഐസ്ക്രീം വാങ്ങാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ. 1 2 3 3 ഐസ്ക്രീം മതി. എനിക്ക് തൊണ്ട വയ്യ, ആയതിനാൽ ഞാൻ വാങ്ങുന്നില്ല. ചേട്ടാ 3 എണ്ണം. ഏത്? 2 എണ്ണം മതി, 2 കോണ്. എനിക്ക് വേണ്ടത് മാമന്റെ ഇത്രയും വരെയുള്ള ഐസ്ക്രീം നിങ്ങൾ നോക്കും. ഇത് നമ്മളവിടെ 30 രൂപ ഐസ്ക്രീമാണ്, ഇവിടെ 100 രൂപ. 30,000 100,000 ഐസ്ക്രീം തന്നെയാണ്. ഉള്ളിൽ കയറുമ്പോൾ ഐസ്ക്രീമിന്റെ വില കൂടും, എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും. ഇതിങ്ങനെ സൂട്ട കുച്ച്, ആളും ആരവും സത്യം കൊട്ടും കുഴലും ഒന്നുമില്ലാത്ത ശാന്തമായി കിടക്കുന്ന നിശാഗന്ധി ഓഡിറ്റോറിയമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുന്ന നിശാഗന്ധി. ഇന്ന് വേണമെങ്കിൽ ഇവിടെ പ്രോഗ്രാം നടത്താവുന്നതാണ്. ആർക്കെങ്കിലും വരാം, വന്ന് പ്രോഗ്രാം നടത്തിയിട്ട് പോവാം. മാന്യമായ ഐസ്ക്രീം കുടിക്കുന്ന യുവാവ്, ഐസ്ക്രീം ഇല്ലാതിരിക്കുന്ന യുവതി, കുടിക്കുന്ന യുവതി. വീണ്ടും ടൂറ് പോകണോ? സോറി, ടൂറല്ല. ഞങ്ങളിങ്ങനെ കനകക്കുന്ന് പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അടിപൊളി ഡ്രസ്സിൽ വരാൻ പറഞ്ഞു അനിയൻ്റെ അടുത്ത്. അവൻ വന്ന കോലം കാണിച്ചു തരാം, ഒന്ന് എഴുതിയടാ. ഇത് കഴിഞ്ഞിട്ട് അവന് മീറ്റിംഗ് ഉള്ളതാണ്. ഇപ്പോൾ ഈ യാത്രയിൽ വന്ന എല്ലാവരും വൻ ലുക്കിലാണ് വന്നിട്ടുള്ളത്. അവരുടെ കാല ഷൂസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 250. ഇത് ഉത്സവ പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റിയത്. ഇത് അത് ഏകദേശം ഒരു 150 രൂപ. ഇനി മോഹങ്ങളും കൂടെ. 1500. കൊച്ചുചനും കുഞ്ഞമ്മയും അമ്പലത്തിൽ നിന്നും ഞങ്ങളെ ദർശിക്കാനായിട്ട് കനകക്കുന്നിലെത്തിയിരിക്കുക. എടേ പഴവങ്ങടിലെ ഉണ്ണിയപ്പം. അവള് തിന്നോന്ന്, അവള് ഇൻവെർട്ടറാണ്. സുരക്ഷയൊരുക്കി കേരള പോലീസ് കനകക്കുന്നിൽ.
2.5 മണിക്കൂറായിട്ട് ഒരു നക്ഷത്രത്തിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി 2 പേർ കാത്തിരിക്കുകയാണ്. ആളുകൾ ക്യൂ നിൽക്കുകയാണ്, അവരുടെ പുറകിൽ ഇവരും നിൽക്കുകയാണ്. അതെ, അവർക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏയ് ഫോട്ടോ ഇടാ. എവിടെ അവർ? ഇത് കഴിഞ്ഞ് നില്ലേ, ഇത് പോരെ? പുതുവർഷത്തെ വരവേൽക്കാൻ ഹാപ്പി ന്യൂ ഇയർ എന്നെല്ലാം എഴുതി പച്ചപ്പുല്ലുകളിൽ അവർ ലൈറ്റ് വിസ്മയം ചെയ്തു വച്ചിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ എന്താണെന്ന് പോയി നോക്കാം. വിയ ഡി നറ്റാലെ അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതിനുള്ളിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ കണ്ടത്. ഇത് മഞ്ഞ് സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കൊമ്പുള്ളൊരു മാൻ. അത് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കനകക്കുന്നിൽ. പക്ഷെ ഇത് എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്, അതാണ് അനങ്ങാതിരിക്കണം. തെർമോകോളിൽ തീർത്ത ഒരു വിസ്മയമാണ്. റെയിൻഡിയർ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ് എൻ്റെ പേര് നേരത്തെ പറഞ്ഞത്? മറ്റേ സാധനം ഫ്രണ്ടിൽ ബോർഡ് വെച്ചിങ്ങനെ നട്ടാലേ ബിവാഡിയ നട്ടാല. ആ, അതിൻ്റെ അവസാന പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നട്ടാലയില്ല, ഞങ്ങൾ മാത്രം. ക്രിസ്മസ് അപ്പൂപ്പുണ്ട്, സ്റ്റാറുണ്ട്, മരമുണ്ട്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക്. ഭയങ്കര ആളാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോഴേ അല്ല, ഇതിൽ കൊള്ളാവുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ കൊള്ളിച്ചിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾ ചുറ്റുമുണ്ട്, അവരെനിക്ക് കൊള്ളിക്കാൻ പറ്റത്തില്ലല്ലോ. ദേ പുഷ്പത്തിൽ തീർത്ത തെങ്ങ്, തെങ്ങിൻ്റെ മുകളിൽ ഒരു വള്ളം, തെങ്ങിൻ്റെ താഴെ ഒരു വള്ളം. ഇതേ കുറേ മുൾച്ചെടികൾ അടുക്കി വെച്ചിരിക്കുകയാണ്. വലിയ മുള്ള്, ചെറിയ മുള്ള്, ആ മുള്ള്, ഈ മുള്ള്. ഇന്നെന്താ പേര് പറയണേ? കാറ്റസ്. മലയാളത്തിൽ കള്ളിമുൾച്ചെടി. നമ്മളതോ അവിടെ നിന്നും കയറി കറങ്ങിയുള്ള പൂവും കായും ചെടിയും എല്ലാം കണ്ട് തിരിച്ച് വീണ്ടും കയറിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് താഴെ ഇറങ്ങിയിട്ട് നോക്കാം. ഓക്കെ, ഇതേ ഐസ്ക്രീം കണ്ടപ്പോൾ അവക്കൊരു സൈഡ് വലിവ്. എനിക്ക് വേണ്ടേ? ഒന്നാമത് പനി, ഫോണിന്റെ സ്പേസ് ഇങ്ങനെ എടുത്തോണ്ടിരുന്ന കുഴപ്പമില്ല, എൻ്റെ അല്ലേ. ചമ്മി മൂന്നാമത് ഐസ്ക്രീമാണ് ഇന്ന് കുടിക്കണത് അവള്. എല്ലാം എൻ്റെ ബ്ലോഗിലുണ്ട്. എന്നിട്ട് ഐസ്ക്രീം വേണോ? വേണം. നേരത്തെ വേണ്ടെന്നല്ലേ പറഞ്ഞു? നീ അല്ലേ പറഞ്ഞത്? ഒരു ഉളുപ്പില്ലാതെ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ് ബലം പിടിച്ചിരുന്നവരാണ്. വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കുന്ന അണ്ണനെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. സസ്യശ്യാമള കോമള ചെടികൾ എല്ലാം കണ്ടുകൊണ്ട്. ഞാൻ കണ്ടില്ലല്ലേ? പെമ്പിള്ളേരെ നോക്കിക്കൊണ്ടെന്ന് ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ നോക്കാറില്ല. പെമ്പിള്ളേരല്ല, ആന്റി ആയാലും അങ്കിളായാലും നിന്റെ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയില്ലല്ലേ? എന്നാ മാന്യൻ വെറുതെ പിടിച്ചിട്ടുണ്ട് വന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കവടിയാർ ഭാഗത്ത് നമ്മൾ എപ്പോഴും കാണുന്ന മാക്കാച്ചിയുടെ പായസക്കട. മിന്നുവിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിന്നുടാ ഇൻഷർട്ട് ചെയ്യണതേ ഉള്ളൂ. 5 വയസ്സാണ് അവന് ഇപ്പോഴും. 5-ന് 3 ഓടിപ്പോയി കയറണം. അതിലൊക്കെ 2 കൂടിയതല്ല, 2 കുറഞ്ഞെങ്കിലേ ഉള്ളൂ. എന്റെ ബ്ലോഗിൽ താരമാണ് എന്റെ ചെറുക്കൻ. നീ തുടങ്ങണ, ഇത് എവിടെ തുടങ്ങണം എനിക്കറിയാം. നീ എന്നെ നാട്ടിൽ സമ്മതിച്ചറിഞ്ഞേ. എന്നാലും അങ്ങനെയല്ലേ വൈറലാവട്ടാ. കുട്ടികൾക്ക് കളിക്കേണ്ടതല്ലേ പറഞ്ഞത്? കാരണടാ നിനക്ക് ഫ്രീ ആണ് ഇതിൽ. വേണ്ട കാർ റേസിംഗ് ഗെയിം.
എനിക്കിപ്പോൾ ഞാൻ കറിയോളാം. എന്നാ ഇത് നീ ഇതിൽ ചാറാ. ജാമുൻ ബട്ടർ ഗുൽക്കണ്ട് ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം. ബട്ടറുണ്ട്, ഗുലാബ് ജാമുണ്ട്, ഐസ്ക്രീമുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബട്ടർ ഗുൽക്കണ്ട്. യു വാണ്ട്? അല്ല വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങിച്ചിട്ട് പൈസ ഇല്ല കേട്ടോ. മുഹമ്മദ് സർബത്ത്. ഞാൻ ഫുഡ് ബ്ലോഗറാണ്, ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ തരുമോ? തണുപ്പുണ്ടാവോ? തണുപ്പുണ്ടാവില്ലേ? തണുപ്പുണ്ടെന്ന്. തണുപ്പില്ലാത്തണ്ടോ? ഞാൻ ചെറിയ തൊണ്ട വയ്യല്ലോ ഒന്നിനും. നിനക്കാണോ? തണുപ്പുള്ളത്, തണുപ്പില്ലാത്തത് നല്ല എടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കും. സുഹൃത്തുക്കളെ, ആ കടയുടെ മുന്നിൽ നിന്ന് കുടിച്ചിട്ട് അവിടെ നിന്ന് 2 അടി മുതൽ നീങ്ങില്ല. അതിനെ കുറ്റം പറയണം അവൻ. എന്നിട്ട് നക്കി തുടച്ച ആ ഗ്ലാസ്. കാരണം നിനക്ക് മുഹബത്തില്ല, അതാണ് നിനക്ക് രുചി കിട്ടാത്തത്. എനിക്കുണ്ട്. മുഹബത്തുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര രുചിയായിരിക്കും. രുചി ഉണ്ടാടി? ഇപ്പം പറയണം. രുചി ഉണ്ടാടി? ഉണ്ട്. രുചി ഉണ്ടാ? ഇപ്പോഴും കുഞ്ഞു മുഹബത്തുണ്ട്. നിനക്കുണ്ടാടാ? രുചി ഉണ്ടാ? ഇത്ര ഇല്ലെന്നാണ് നീ പറഞ്ഞത്. നീ ഇല്ല. നിനക്ക് ആർത്ര മുഹബത്ത്? സത്യം പറടാ. 5 വർഷം കഴിഞ്ഞ് പറഞ്ഞില്ല. SM കോളേജ് ചെമ്മഴുതി പഠിക്കുന്നവനാണ്. നോട്ട് ദ പോയിന്റ്. പാലക്കാടൻ കറിക്കത്തികൾ. അങ്ങനെ ഒരു വീടിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഉള്ള സ്ഥലത്തേക്കാണ് അടുത്ത് കയറാൻ പോകുന്നത്. സ്പൂണ്, കരണ്ടി, തവി, ചട്ടുകം, പാത്രങ്ങൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഇതിനുള്ളിലുണ്ട്. എനിക്കിഷ്ടമല്ലാത്തതും അനിയത്തിക്ക് ഇഷ്ടമുള്ളതുമായ സ്ഥലം, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കാടൻ കറിക്കത്തികൾ വാങ്ങാം. ഇഷ്ടം പോലെ വെറൈറ്റി കത്തികളുണ്ട്. ചട്ടുകൊണ്ട്, ദോശ തവ, ആ ചട്ടി, ഈ ചട്ടി, എല്ലാ ചട്ടികളുമുണ്ട്. ഓ, നീണ്ട 1.5 മണിക്കൂറത്തെ നടത്തം ഇവിടെ തീരുകയാണ്. അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഗേറ്റിന് തൊട്ട് മുൻപ് തുടങ്ങിയപ്പോൾ 4-5 പേരുണ്ടായിരുന്നു. ഇപ്പം ഞാനേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വന്ന് 4 പേരെ കാണാനില്ല. അവർ 4 പേര് വഴിതെറ്റി എന്നാണ് വന്നണേ. നേരത്തെ വീഡിയോ എടുത്തൊന്നും കട്ടായത് വേറൊന്നുമല്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ തപ്പിപ്പിടിച്ച് വന്നതായിരുന്നു. എൻ്റെ ഈ നല്ല ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിച്ച് ഹായ് എല്ലാം കൊടുത്ത് വിട്ടു. ചുമ്മാ ആ ചേച്ചി പറഞ്ഞു, ഈ ശബ്ദം, ഈ വൃത്തികെട്ട ശബ്ദം എവിടെയാണ് കേട്ടിട്ടുണ്ടെന്ന് ചേച്ചി കുറേ നേരം കൊണ്ട് നോക്കുകയാണെന്ന്. അപ്പോഴാണ് അങ്ങനെ എന്നെ കണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2 പേരെ നിർത്തി, ബാക്കി 4 പേരെ കാണാനില്ല. അവരെ കണ്ടെത്തിയിട്ട് ഈ വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പോൾ 2025 വരവേൽക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നു. 25 ഒന്നുകൂടി 25 പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ബൈ ബൈ.